അങ്ങനെ കോവൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും പാറുവിൻ്റെ അടുത്ത യാത്രയായിട്ടോ. ഇതൊരു 4 ദിവസത്തേക്കുള്ള യാത്രയാണ്. സ്റ്റേറ്റ് കലോത്സവത്തിന് വേണ്ടിയിട്ടാണ്, കോട്ടയത്തേക്ക് ആണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല പോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് കലോത്സവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനോ പിന്നെ അതിനുള്ള ആരോഗ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പാറുവിന് 3 ഐറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. 3 ഐറ്റം വരുന്നത് വേറെ വേറെ ദിവസങ്ങളിലാണ്, 3 ദിവസങ്ങളിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 4 ദിവസം അവിടെ സ്റ്റേ ചെയ്തേ പറ്റൂ. വേറൊരു നിവൃത്തിയില്ല. ശരിക്കും ആ ഒരു ട്രിപ്പിൻ്റെ അതേപോലെ മറ്റൊരു ട്രിപ്പായി പോയി ഇത്, 4 ദിവസം. സിംഗിൾ ആയിട്ടാണെങ്കിൽ കൂടി സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത് വളരെ വലിയ ഒരു സമാധാനമായിരുന്നു കേട്ടോ. പല സ്കൂളുകളിൽ നിന്നും അങ്ങനെ കൊണ്ടുപോവില്ല, ഗ്രൂപ്പായിട്ട് മാത്രമാണ് പല സ്കൂളുകളിൽ നിന്നും കൊണ്ടുപോവുക. പക്ഷേ ഈ സ്കൂളിൽ നിന്ന് MESൽ നിന്ന് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അത് ഭയങ്കര സമാധാനമായിരുന്നു. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ദിവസമായി കേട്ടോ. വെഡിങ് ആനിവേഴ്സറിക്ക് ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. കാരണം സജിത്തേട്ടൻ വരാനിരുന്നതാണ് വെഡിങ് ആനിവേഴ്സറിക്ക്, പക്ഷേ വരാൻ പറ്റിയില്ല. ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പിന്നെ പാറു ആണെങ്കിലും വീട്ടിലില്ല, പൃഥു ആണെങ്കിൽ ഇന്നത്തെ ദിവസം കോട്ടയത്തേക്ക് പോവുകയാണ്. ഞാൻ എന്തായാലും രാവിലെ തന്നെ എണീറ്റ് അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുതു കേട്ടോ. നമ്മളുടെ അടുത്തുള്ള 2 അമ്പലങ്ങളിലും പോയി തൊഴുതു, നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും അയ്യപ്പൻകാവിലും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തട്ടകത്തിലെ ദേവിയാണ് കൊടുമുടിക്കാവിലെ അമ്മ, അവിടെ പോയിട്ടും തൊഴുതു. എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളപ്പോഴല്ലേ ആഘോഷങ്ങൾക്കൊക്കെ രസമല്ലേ. അല്ലെങ്കിൽ പിന്നെ ആഘോഷങ്ങൾക്കൊക്കെ എന്ത് രസമുള്ളത്. പക്ഷേ എന്തായാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ, ആ ഒരു ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മ തകൃതിയായിട്ട് എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി നമ്മളെ ചാനലിൽ മുന്നേ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അമ്മമ്മയാണെങ്കിൽ രാവിലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇന്ന് എന്തോ വിശേഷം ഉണ്ടല്ലോ, എന്താ പത് എന്ന്. വെഡിങ് ആനിവേഴ്സറി അത് ശരി, വെറുതെ അല്ല പോയത് കൊടുക്കാതിരിക്കെ. അത് ശരി, ഹാപ്പി ആനിവേഴ്സറി ട്ടാ. വീട്ടിലെ മുഴുവൻ എല്ലാവരുടെയും എല്ലാ സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുന്ന ആളാണ് കേട്ടോ അമ്മമ്മ. പക്ഷേ ഇപ്പം ഇങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു. അങ്ങനെ ഇതാ പൃഥു കോട്ടയത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാറുവിൻ്റെ കൂടെ തന്നെ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കോട്ടയത്തേക്ക്, കാരണം പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പൃഥുവിന് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ കോട്ടയത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൃഥുവിന് വേണ്ടി മാത്രമാണ് ഞാൻ പോകേണ്ട വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൃഥു പോകുന്ന ദിവസം തന്നെ ഞാനും കോട്ടയത്തേക്ക് പോവാണ്. പക്ഷേ പൃഥുവിൻ്റെ കൂടെ അല്ല കേട്ടോ. പൃഥുവിനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടു. അവരുടെ ഇതിൽ അവർ പോയി. ഞാൻ പോകുന്നത് പാറുവിൻ്റെ സ്കൂളിൽ നിന്നാണ് കേട്ടോ. അവർ പോകുന്ന ബസ്സിൽ ആണ് ഞാൻ പോകുന്നത്. അപ്പോൾ പാറു ഓൾറെഡി കോട്ടയത്താണ് ഉള്ളത്. പക്ഷേ എന്നാലും അവർ എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെഡി ആയി MESൽ നിന്ന് പാറുവിൻ്റെ സ്കൂളിൽ നിന്ന് കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി അടുത്ത വ്ളോഗിൽ.